എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ റേസിനെ കുറിച്ചാണ്. പാഠത്തിലേക്ക് പോകുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. 9ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന് ടോട്ടൽ 2 പാർട്സാണുള്ളത്. അതിൽ 3 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ യൂണിറ്റിലും 3 പാഠങ്ങൾ വെച്ച് ടോട്ടൽ 9 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലെ ആദ്യ യൂണിറ്റിൻ്റെ നെയിമാണ് ആസ്പയർ ടു വിൻ. അപ്പോൾ നേരെ നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആസ്പയർ ടു വിൻ എന്ന യൂണിറ്റ് നെയിമിനെ കുറിച്ച് കുറച്ച് പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 ചാപ്റ്റേഴ്സിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കോമൺ തീം സ്പോർട്സ് ആണ്. ജീവിതത്തിൽ പെർസിവറൻസ്, നിരന്തര പ്രയത്നം, മോട്ടിവേഷൻ, പ്രചോദനം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നിവയിലൂടെ ഒരു നല്ല സ്പോർട്സ്മാൻ എങ്ങനെ മോൾഡാകുന്നു എന്നതാണ് നമ്മുടെ ഈ യൂണിറ്റിൽ കൈകാര്യം ചെയ്യുന്ന പ്രധാന ആശയം. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയാലും ഫസ്റ്റ് ആ ഒരു ചാപ്റ്റർ ഉൾപ്പെട്ടിട്ടുള്ള യൂണിറ്റ് നെയിം നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട മെയിൻ തീം യൂണിറ്റ് നെയിമിൽ ഉണ്ടായിരിക്കും. സോ ലെറ്റ്സ് അനലൈസ് ദ നെയിം ആസ്പയർ ടു വിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റ് നെയിം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആസ്പയർ ടു വിൻ. ആസ്പയർ മീൻസ് സ്ട്രോങ് ഡിസയർ അഥവാ ശക്തമായ ആഗ്രഹം. സോ ആസ്പയർ ടു വിൻ മീൻസ് സ്ട്രോങ് ഡിസയർ ടു വിൻ, അതായത് വിജയിക്കുവാനുള്ള ശക്തമായ ആഗ്രഹം. നമുക്കെല്ലാവർക്കും ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ഒരു ലക്ഷ്യവും ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട 3 ക്വാളിറ്റീസ് ഉണ്ട്. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് നോൺ ആസ് ദ 3 Ds ടുവേർഡ്സ് സക്സസ്. വിജയത്തിലേക്ക് നയിക്കുന്ന 3 കീ ഫാക്ടേഴ്സ് ആണിത്. അവർ ഓണറബിൾ ഫോമർ പ്രസിഡന്റ് ഡോക്ടർ APJ Abdul Kalam once told a quote about dream. That dream is not what you see while sleeping. It is something that does not let you sleep. അതായത് നമ്മുടെ മുൻകാല രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. സ്വപ്നം എന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ് സ്വപ്നം. സ്വപ്നം എന്നത് ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സ്ട്രോങ് ആസ്പിറേഷൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് വിൽ എവൻച്വലി ലീഡ് അസ് ടു അവർ അൾട്ടിമേറ്റ് ഗോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ നെയിം ദ റേസ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പാഠം ഒരു ഓട്ട മത്സരത്തെക്കുറിച്ചാണ്. ഓഥർ നിഷ പഞ്ചാബി. നമ്മുടെ ഈ കഥ എഴുതിയിരിക്കുന്നത്, റേസ് എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത് നിഷ പഞ്ചാബിയാണ്. അപ്പോൾ ഏത് പാഠം നമ്മൾ പഠിച്ചാലും ഓഥറിനെ കുറിച്ച് മിനിമം ഒരു 3 സെൻറ്റൻസ് എങ്കിലും എഴുതാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് നിഷ പഞ്ചാബിയുടെ ഷോർട്ട് പ്രൊഫൈലിൽ കൂടി ഒന്ന് കടന്നു പോവാം. നിഷ പഞ്ചാബി ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ, India. Okay, so she was an Indian freelance writer based in Lucknow. She completed her education including her master's in business administration, and we can see that she was also a well-educated lady. She was employed by the Lucknow Times. It is the daily magazine of the Times of India. As a freelancer, she blogs at shimmeringsunshine.blogspot.com. The Race is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India in 2001. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഷ പഞ്ചാബി ലക്നൗ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രീലാൻസ് റൈറ്ററാണ്. പുള്ളിക്കാരി വർക്ക് ചെയ്തിട്ടുള്ളത് ലക്നൗ ടൈംസ്, അതായത് നമ്മുടെ ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഡെയിലി മാഗസിനായിട്ടുള്ള ലക്നൗ ടൈംസിന് വേണ്ടിയാണ് പുള്ളിക്കാരി വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദ റേസ് എന്ന് പറയുന്ന കഥയ്ക്ക് സ്പോർട്സ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിഷ പഞ്ചാബിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദ റേസ് ഒരു ഓട്ട മത്സരത്തെക്കുറിച്ചുള്ള കഥയാണ്. നോക്കിക്കോളൂ. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ തരുൺ. മീഡിയോക്കർ മീൻസ് ആവറേജ് ഓർ നോട്ട് ടു ഗുഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ തരുൺ.
ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അപ്പോൾ അവന് കിട്ടിയിരുന്ന ഗ്രേഡ്സ്, അവന് കിട്ടിയിരുന്ന മാർക്കുകൾ ഒരിക്കലും അവൻ്റെ രക്ഷകർത്താക്കളെ സംതൃപ്തിപ്പെടുത്തും വിധമുള്ള മാർക്കുകളൊന്നും ആയിരുന്നില്ല അവന് കിട്ടിയിരുന്നത്. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അതുപോലെ തന്നെ അവൻ എന്തായിരുന്നില്ല, അവൻ നല്ലൊരു ഗായകനായിരുന്നില്ല, ഡാൻസർ ഒരു നല്ലൊരു നർത്തകനായിരുന്നില്ല, പെയിൻറ്റർ ഒരു ചിത്രകാരനായിരുന്നില്ല, ഓർ ഇവൻ ആൻ ആക്ടർ ഒരു നല്ല നടനുമായിരുന്നില്ല. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസൊന്നും അവനില്ല, ഇങ്ങനെയുള്ള ക്വാളിറ്റികളൊന്നും തന്നെ അവനില്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അപ്പോൾ അവൻ കരുതിയിരുന്നത്, അവനെക്കുറിച്ച് അവൻ സ്വന്തമായിട്ട് കരുതിയിരുന്ന കാര്യം, അവൻ ആ ഫാമിലിയിലെ ഒരു ബ്ലാക്ക് ഷീപ്പാണ് എന്നാണ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലുള്ളൊരു ഇഡിയമാണ്, ഒരു പ്രയോഗമാണ്. അതായത് ആ ഒരു ഫാമിലിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ, അതായത് ആ ഒരു ഫാമിലിയുടെ യാതൊരു ഗുണങ്ങളും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് എന്താണ് നാണക്കേടുണ്ടാക്കും വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, ആ ഒരു രീതിയിലുള്ള പ്രയോഗമാണ് ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ എന്തായാലും നമ്മുടെ തരുൺ സ്വന്തമായിട്ട് അവനെക്കുറിച്ച് കരുതിയിരുന്നത്, വിലയിരുത്തിയിരുന്നത് അവൻ ആ കുടുംബത്തിലെ ബ്ലാക്ക് ഷീപ്പ് ആയിരുന്നു എന്നാണ്. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. ഓക്കെ, അപ്പോൾ അവൻ്റെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ എന്താണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നിന്ന്, വളരെ റിനൗണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പേര് കേട്ടിട്ടുള്ള ഒരു കോളേജിൽ നിന്നും എന്ത് ചെയ്യുകയായിരുന്നു, എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെർസ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഫോളോ ഓർ ചേസ് ആണ്, എന്തിനെങ്കിലും പിന്തുടരുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്, അവൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തരുണിനെ പോലെയല്ല, തരുണിൻ്റെ ചേട്ടൻ എങ്ങനെയാണ്, തരുൺ പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണ്. അപ്പം അവനെപ്പോഴും ഫാമിലിയെ നല്ല പ്രൗഡാക്കിയിരുന്നു, അവർക്കൊരു അഭിമാനമായിരുന്നു ആ ഫാമിലിക്ക് തരുണിൻ്റെ ചേട്ടൻ. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ നമ്മുടെ തരുൺ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും അവൻ മിടുക്കനായിരുന്നില്ല, ഇങ്ങനെയുള്ള പഠിക്കാനെന്നുള്ള കഴിവുകളൊന്നും ഇല്ലാത്തൊരു പയ്യനായിരുന്നു തരുൺ. ഹൗവർ, എന്തായിരുന്നാലും he was blessed with the strength of a great athlete. അപ്പോൾ നമ്മുടെ തരുണിന് ഇങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് ക്വാളിറ്റീസൊന്നും ഇല്ലെങ്കിലും അവനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു, അവനൊരൊറ്റ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ he was blessed with the strength of a great athlete. ഒരു നല്ലൊരു കായികാഭ്യാസിക്ക് വേണ്ടിയിരുന്നുള്ള കരുത്ത് അവന് ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കിട്ടിയിരുന്നു. he was an excellent runner. അപ്പം നമ്മുടെ തരുൺ ഒരു വളരെ വെരി ഗുഡ്, അല്ലേ, ഹി വാസ് എ വെരി ഗുഡ് റണ്ണർ, ഒരു എക്സലൻറ്റ് റണ്ണറായിരുന്നു നമ്മുടെ തരുൺ. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്. അവൻ മണിക്കൂറുകളോളം ഓടിയിരുന്നു. ബീറ്റ് ഡേ ഓർ നൈറ്റ്, അതിപ്പോൾ പകലായാലും രാത്രിയായാലും തരുണിന് മണിക്കൂറുകളോളം ഓടാനുള്ള ശേഷിയുണ്ടായിരുന്നു. വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്. അപ്പോൾ അവന് എപ്പോഴെങ്കിലും അവന് സാഡ്നെസ് അല്ലെങ്കിൽ ലോൺലിനെസ്, വിഷമം അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ തളരുന്നത് വരെ ഓടുമായിരുന്നു. ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, അതായത് തളരുന്നത് വരെ അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ ഓടുമായിരുന്നു. ദസ് റിലീസിങ് ഓൾ ഹിസ് പെൻറ്റ് അപ്പ് ഇമോഷൻസ്. അങ്ങനെ അവൻ എന്ത് ചെയ്യും, അവൻ്റെ പെൻറ്റപ്പായിട്ടുള്ള ഇമോഷൻസ്, പെൻറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടക്കി വെച്ചിട്ടുള്ള, സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ്, വികാരങ്ങൾ അവൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ കളയും. ഓക്കെ, ഓടിയവൻ എന്ത് ചെയ്യും, ചില ആൾക്കാർ നല്ല വിഷമം വരുമ്പോൾ എന്ത് ചെയ്യും, പൊട്ടിക്കരയില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ തരുൺ എന്ത് ചെയ്യും, അവനുണ്ടാകുന്ന ഏകാന്തതയും അവനുണ്ടാകുന്ന വിഷമങ്ങളും ഒക്കെ കളയാനായിട്ട് അവൻ എന്ത് ചെയ്യും, അവൻ സ്വന്തമായിട്ട് തളരുന്നവരെ, എക്സോസ്റ്റ് ആവുന്നവരെ അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ ഓടുമായിരുന്നു. അറ്റ് ടൈംസ് ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ. ഇടയ്ക്കിടയ്ക്ക് ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യും, അവൻ്റെ സ്കൂൾ ബസ് കിട്ടാറില്ല, അവനത് മിസ്സാവും. ആ സമയത്ത് അവൻ എന്ത് ചെയ്യും, ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ. ആ സമയത്ത് അവൻ എന്ത് ചെയ്യും, അവൻ ഓടി സ്കൂളിലേക്ക് പോകും. വേറെ ഒന്നും ചെയ്യാനില്ല, അവൻ എന്ത് ചെയ്യും, അവൻ ഓടി സ്കൂളിലേക്ക് പോകും. വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. അപ്പോൾ അത് എത്ര ദൂരമുണ്ട്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എത്രയാണ്, ഏകദേശം 5 മൈലുകളോളം ദൂരമുണ്ട്. അതായത് മൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പോലെ കിലോമീറ്റർ കണക്കല്ല, ഒരു മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1.6 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏകദേശം 5 മൈൽ എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് വരും. അപ്പോൾ അത്രയും ദൂരം നമ്മുടെ തരുൺ എന്ത് ചെയ്യും, ഓടി അങ്ങ് പോകും, സ്കൂളിലേക്ക് ഓടിപ്പോവും. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മുടെ തരുണിന് ജീവിതത്തിൽ ഒരൊറ്റ ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റണ്ണറാവുക, ഓട്ടക്കാരനാവുക. അത് മാത്രമാണ് നമ്മുടെ തരുണിനുണ്ടായിരുന്ന ഏക ലക്ഷ്യം, ഏക സ്വപ്നം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം.
ഡ്രീമൊക്കെ തരുന്നുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവനറിയില്ല അല്ലേ അവൻ്റെ ഈ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാം, എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യം നമ്മുടെ തരുണിന് അറിയില്ല. On the one hand, his parents hated his running and wanted him to concentrate more on his studies. ഒരു ഭാഗത്ത് അവൻ്റെ രക്ഷകർത്താക്കൾ അവൻ ഈ ഓടുന്നത് വെറുത്തിരുന്നു, ഹെയ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ടോ മറിച്ചോ ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത്, അവരെന്തുകൊണ്ടാണ് വെറുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പഠിത്തത്തിലൊക്കെ മോശമായിരുന്നത് കൊണ്ട് ഇവനിങ്ങനെ ഓടി ഇവൻ്റെ ഭാവി കളയാതെ ഇവൻ എന്ത് ചെയ്യണം, ഇവൻ കൂടുതൽ ഇവൻ്റെ സമയം പഠിത്തത്തിലേക്കായിട്ട് ഇവൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അവർ ഇവൻ്റെ ഈ ഓടുന്ന കാര്യങ്ങളെ വെറുത്തിരുന്നത്, ഇഷ്ടമല്ലായിരുന്നത് അവർക്ക്. വിച്ച് ഹി നെവർ ഡിഡ്. അവനായിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ അവൻ ചെയ്യാറില്ല. അവന് ഇഷ്ടം ഓടുക, ഏറ്റവും വലിയ ഓട്ടക്കാരനാവുകയാണ്. ഒരിക്കലും അവൻ പഠിത്തത്തിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു സൈഡിൽ ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ. അവനൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയാണ്. വളരെ റിച്ചും അല്ല എന്നാൽ വളരെ പൂർവ്വം അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ചൊരു പയ്യനാണ് നമ്മുടെ തരുൺ. ഓക്കെ, ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അപ്പോൾ തരുണിന് ഒരു കാര്യം അറിയാം അല്ലേ, അവൻ്റെ ഈ ഡ്രീം അവൻ നേടിയെടുക്കണമെങ്കിൽ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് അല്ലേ, വളരെ തീക്ഷ്ണമായിട്ടുള്ള ട്രെയിനിങ് എന്ത് ചെയ്യണം, അവന് ലഭിക്കണം. എന്നാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റൂ, അവൻ്റെ ഡ്രീം നേടിയെടുക്കാൻ കഴിയൂ. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. പക്ഷേ ഇതിനായിട്ടുള്ള തുക അല്ലേ, വളരെ വലിയൊരു തുക ഇതിന് വേണ്ടി വരും. പക്ഷേ ആ തുക അവൻ്റെ ഫാമിലിയുടെ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച് അല്ലേ, അവൻ്റെ കുടുംബത്തിന് താങ്ങാവുന്ന പരിധിയിലും അപ്പുറമാണ് ഇതിന് വേണ്ടി വരുന്ന തുക. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസ് ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അപ്പോൾ നമ്മുടെ തരുണ് അവൻ്റെ ടെർമിനൽ എക്സാമിനേഷന് തോറ്റു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവൻ്റെ അച്ഛൻ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ സുഹൃത്തുക്കളും അവനെ വളരെ നന്നായിട്ട് കളിയാക്കി. മെയ്ഡ് ഫൺ എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ തരുണിനെ വളരെ നന്നായിട്ട് കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അപ്പോൾ ആ ഒരു ദിവസം അല്ലേ, ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവൻ്റെ മെമ്മറിയിൽ നിന്നും അവൻ വൈപ്പ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. വൈപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക, അതായത് ഈ ഒരു ദിവസം അവൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. സോ ഹീ ടുക്ക് ടു റണ്ണിങ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അവൻ ഓടുവാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, തരുൺ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ ഇമോഷൻസൊക്കെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓടാൻ പോയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ദിവസം തരുണിനെ സംബന്ധിച്ച് വളരെ ബാഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അവൻ ഓടാനായിട്ട് പോയി. ഹീ റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. അപ്പോൾ ഒരു പാർക്കിലേക്കാണ് അവൻ പോയത്. ആ പാർക്കിന് ചുറ്റും അവനങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ്. അപ്പോൾ നമ്മുടെ സൂര്യൻ നന്നായിട്ട് ഇവൻ്റെ റേജ്, ഇവൻ്റെ കോപം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുവാനായിട്ട്, ചെക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല ചൂടുള്ള സമയമാണ്. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷേ ആ ചൂടൊന്നും തരുണിനെ എന്ത് ചെയ്യില്ല, തരുണിനെ തളർത്തിയില്ല, അവനെ നിർത്തുവാനായിട്ട് സാധിച്ചില്ല ആ ചൂടിനൊന്നും. ആഫ്റ്റർ എബൌട്ട് ആൻ അവർ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡഡ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ തരുൺ ഓടി. അതിനുശേഷം ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. അവൻ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും അവൻ തളർന്നു. എക്സോസ്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ തളരുക എന്നാണ്. പൂർണ്ണമായിട്ടും അവൻ തളർന്നു. ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡ്. ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ആങ്കർ എന്നാണ്, അതായത് വളരെയധികം കോപം ഉള്ള അവസ്ഥയാണ് ഫ്യൂറി. ഓക്കെ, അപ്പോൾ അവൻ്റെ അത്രയും നേരത്തെ ആ ഒരു ദേഷ്യവും അവൻ്റെ സങ്കടവും ചേർന്ന ഒരു അവസ്ഥ അതെന്തായി ഇപ്പം, ഹാവിങ് സബ്സൈഡ് എന്നാവുക, കുറയുക. ഓക്കെ, അപ്പോൾ ഏകദേശം കഠിനമായിട്ടുള്ള 1 മണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷമാണ് ഇന്നത്തെ ദിവസം അവനുണ്ടായ വിഷമങ്ങളെല്ലാം കുറഞ്ഞത്. ഹി ത്രീവ് ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ഓക്കെ, അതിന് ശേഷം അവൻ എന്ത് ചെയ്തു, അവൻ നേരെ പോയി ഒരു ബെഞ്ചിലേക്ക് അങ്ങ് ഇരുന്നു അല്ലേ. അവൻ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് അടുത്ത് കണ്ട ഒരു ബെഞ്ചിലേക്ക് പോയി അങ്ങ് ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു, ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ ശക്തമായി കിതയ്ക്കുക അല്ലേ. നമ്മൾ ഒരുപാടൊക്കെ നേരം ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്നായിട്ട് കിതയ്ക്കും. അപ്പോൾ നമ്മുടെ തരുണും ഇത്രയും നേരമുള്ള 1 മണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷം നന്നായിട്ടൊരു ബെഞ്ചിൽ പോയിടും തരുൺ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈമുട്ടിൻ്റെ ആ ഭാഗത്ത് നിന്നും, ആ സൈഡിൽ നിന്നും അവനൊരു ശബ്ദം കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്ത് പറ്റി മോനെ എന്നുള്ള ശബ്ദമായിരുന്നു അവൻ കേട്ടത്. ഓക്കെ, തരുൺ ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60.
അപ്പോൾ തരുൺ അവൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ കണ്ടത് അവിടെ 60 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ അയാളാണ് ചോദിച്ചത് അവനോട് ഈ ചോദ്യം. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ് ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. അപ്പോൾ നമ്മുടെ തരുൺ മറുപടി പറഞ്ഞു, എന്ത് പറ്റിയെന്നുള്ള കാര്യത്തിന് മറുപടി പറഞ്ഞു. അതായത് ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്, ഞാൻ 2 വിഷയത്തിന് തോറ്റു. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ, അവനൊരു ഡിപ്രഷനുമായിട്ടുള്ള ഒരു ടോണിൽ, അല്ലെങ്കിൽ വളരെ വിഷണ്ണനായിട്ടുള്ള ഒരു ടോണിൽ അതിനുള്ള മറുപടി പറഞ്ഞു. ദ മാൻ സ്മൈൽഡ് സിമ്പതറ്റിക്കലി ആൻസേർഡ്. അപ്പോൾ ഈ മറുപടി കേട്ടുണ്ടെങ്കിൽ നമ്മുടെ 60 വയസ്സിനടുത്ത് പ്രായമുള്ള ആ മനുഷ്യൻ അയാൾ സിമ്പതറ്റിക്കലി ഒന്ന് ചിരിച്ചു, സിമ്പതിയുടെ രൂപത്തിൽ ഒന്ന് ചിരിച്ചു. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ, അവരുടെ ഹാർഡ്ഷിപ്സ് കാണുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന ഒരു വിഷമം, അല്ലേ, അയ്യോ അങ്ങനെ ആയല്ലോ എന്ന് തോന്നുന്നൊരു വിഷമം, ഒരു ഫീലിംഗ്, അതിനെയാണ് സിമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ തരുണിനുണ്ടായ വിഷമത്തിൽ ഇയാൾക്ക് സിമ്പതി തോന്നി. അപ്പോൾ സിമ്പതിയുടെ രൂപത്തിൽ അയാളും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. അയാൾ പറയുകയാണ്, ജീവിതം എന്ന് പറയുന്നത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതാണല്ലേ. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് വിഷമമാണെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ വിഷമമായിരിക്കില്ല, പിന്നെ എന്താണ്, പിന്നെ സന്തോഷം വരും, പിന്നെ സങ്കടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, വീണ്ടും സന്തോഷം വരും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ നമ്മുടെ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ബൈ ദ വേ, ഐ ആം റാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. എന്നിട്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? ഞാൻ രാം നാരായൺ. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീ എന്ന് പറഞ്ഞു അയാൾ. ഓക്കെ, രാം നാരായൺ, ആർ യു ദ സെയിം രാം നാരായൺ ഹു വോൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 മീറ്റർ റേസ് ഇൻ 1960s? അപ്പോൾ നമ്മുടെ തരുണിന് വിശ്വാസം വരാത്ത രീതിയിൽ ചോദിക്കുകയാണ്, അല്ലേ, തരുൺ ചോദിക്കുകയാണ്, 1960 400 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ വാങ്ങിച്ച അതേ രാം നാരായൺ ആണോ താങ്കൾ എന്നാണ് നമ്മുടെ തരുൺ അയാളോട് ചോദിക്കുന്നത്. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ തരുണിന് ഉണ്ടായ ആശ്ചര്യത്തെ അവനെന്താണ് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. അവന് വളരെയധികം ആശ്ചര്യത്തോടു കൂടി അവൻ ചോദിക്കുകയാണ്. യെസ് പാറ്റ് കെയിം ദ റിപ്ലൈ. അപ്പോൾ തന്നെ അയാൾ മറുപടി പറഞ്ഞു, അല്ലേ, യെസ് എന്ന് പറഞ്ഞു. അതെ, ഞാനാണ് ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള രാം നാരായൺ. അയാൾ മറുപടി പറഞ്ഞു. തരുൺ വാസ് ഡാസിൽഡ്. തരുൺ അങ്ങ് അമ്പരന്ന് പോയി. ഡാസിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവുക എന്നാണ്, ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, അല്ലേ, വളരെയധികം അവൻ എക്സൈറ്റഡ് ആയി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ്. മകനെ, ഞാൻ നിന്നെ കഴിഞ്ഞ 45 മിനിറ്റുകളായിട്ട് നിന്നെ തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂഡ് രാം നാരായൺ. അപ്പോൾ അയാൾ തുടർന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ കഴിഞ്ഞ 45 മിനിറ്റ് ആയിട്ട് ഞാൻ നിന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ നിന്നിലൊരു നല്ല ഭാവി കാണുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു നല്ല റണ്ണറാണ്. ഇയാൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡലൊക്കെ ജയിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മുടെ തരുണിനോട് പറയുന്നത്, നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്, നീ നന്നായിട്ട് ഓടുന്നുണ്ട്, നല്ലൊരു ബെസ്റ്റ് റണ്ണറാണ് നീ എന്നൊക്കെ പറയുന്നത്. ഓക്കെ,